ഹലോ, അപ്പം നമുക്കിന്ന് ഇഫ്താർ സ്പെഷ്യൽ കുഞ്ഞു പത്തിരി എങ്ങനെ തയ്യാറാക്കിയെടുക്കാം എന്ന് നോക്കാം. അതിനുവേണ്ടി അരിപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളവും ചേർത്ത് നന്നായി കുഴച്ചെടുക്കാം. ശേഷം ചെറിയ ചെറിയ പത്തിരികളാക്കി ആവിച്ചെമ്പിലേക്ക് വെക്കുക. ഈ പത്തിരികൾ വേവുന്ന സമയം കൊണ്ട് നമുക്ക് ബീഫ് മസാല തയ്യാറാക്കിയെടുക്കാം. മൂന്ന് ചെറിയ സവാള, 2-3 പച്ചമുളക്, 2 തക്കാളി, 3 അല്ലി വെളുത്തുള്ളി, കഷ്ണം ഇഞ്ചി, ഒരു തണ്ട് കറിവേപ്പില എടുത്ത് കഴുകി വെച്ച് ബീഫിലേക്ക് ഇടുക. പിന്നീട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി കുഴച്ചെടുക്കുക. ഈ മസാല അടുപ്പിൽ വെച്ച് കുറച്ച് വെള്ളവും ഒഴിച്ച് ബീഫ് വേവിച്ചെടുക്കുക. നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച കുഞ്ഞു പത്തിരികൾ അരിപ്പയിലേക്ക് മാറ്റിയെടുക്കുക. പിന്നെ ഒരു നോൺ സ്റ്റിക്ക് പാത്രം എടുത്ത് അതിലേക്ക് അല്പം എണ്ണ ഒഴിക്കുക. പിന്നെ ചെറിയ ഉള്ളിയും കറിവേപ്പിലയും ഇട്ട് മൂത്തതിനു ശേഷം വേവിച്ച് വെച്ച ബീഫ് പാത്രത്തിലേക്ക് മാറ്റുക. ചെറിയ ഉള്ളിയും ജീരകവും ഇട്ട് അരച്ച് വെച്ച തേങ്ങ ബീഫിലേക്ക് ഒഴിക്കുക. പിന്നീട് നേരത്തെ മാറ്റിവെച്ച കുഞ്ഞു പത്തിരികൾ ഈ മസാലയിലേക്ക് ഇട്ട് നന്നായി യോജിപ്പിച്ചെടുക്കുക. പിന്നീട് എരിവ് ആവശ്യമുള്ളവർ അതിലേക്ക് കുറച്ച് കുരുമുളക് ഇടുക. അപ്പോൾ നമ്മുടെ റെസിപ്പി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. അപ്പം നമ്മുടെ കുഞ്ഞു പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളിത് ട്രൈ ചെയ്ത് അതിൻ്റെ അഭിപ്രായം നിങ്ങളെൻ്റെ കമൻറ്റ് ബോക്സിലേക്ക് അറിയിക്കുക. ഓക്കെ, ബൈ.